കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലാദ്യമായി 6 വൻകരകളെ ഒരേ സമയം കോർത്തിണക്കി നടത്തിയ ആഗോള മരിയൻ ദിവ്യകാരുണ്യ പ്രയാണത്തിന് വടക്കൻ അയർലൻഡിൽ ഉജ്ജ്വല തുടക്കം. വടക്കൻ അയർലൻഡിലെ ഡെറി സിറ്റി എന്ന നഗരത്തിലാണ് ഈ മഹായജ്ഞത്തിന് തുടക്കം കുറിച്ചത്. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഈ പ്രാർത്ഥനാ യാത്രയിൽ 6000-ലധികം വിശ്വാസികൾ പങ്കെടുത്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 550-ലധികം കത്തോലിക്ക പള്ളികളെയും ലോകപ്രശസ്തമായ മാതാവിന്റെ 15 തീർത്ഥാടന കേന്ദ്രങ്ങളെയും ഒരൊറ്റ സമയത്തെ പ്രാർത്ഥനയ്ക്കായി ഒരുമിപ്പിച്ചു എന്നതാണ് ഈ പ്രാർത്ഥനാ യജ്ഞത്തിന്റെ പ്രത്യേകത. ഗാർഡിയൻസ് ഓഫ് ദി ഫെയ്ത്ത് എന്ന കൂട്ടായ്മയിലെ അംഗമായ ബാരി മാലറ്റ് എന്ന വ്യക്തിയുടെ 1 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ഒരേ സമയം ഈ പ്രാർത്ഥനയ്ക്കായി അണിനിരത്താൻ കഴിഞ്ഞത്. ഇത്തരം പ്രാർത്ഥനകൾ വഴി വലിയ മാറ്റങ്ങളാണ് നാട്ടിൽ ഉണ്ടാകുന്നതെന്ന് ബാരി മാലറ്റ് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറയിലെ ധാരാളം യുവാക്കൾ ദൈവത്തിലേക്ക് തിരികെ വരുന്നുണ്ടെന്നും പള്ളികളിൽ ആളുകൾ കൂടുന്നുണ്ടെന്നും സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാൻ ഒട്ടനവധി യുവജനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ അയർലൻഡിന്റെ ചരിത്രത്തിൽ പണ്ട് വലിയ വംശീയ ആക്രമണങ്ങളും വെടിവെപ്പുകളും നടന്ന അതേ തെരുവുകളിലൂടെയാണ് ഇത്തവണ വിശ്വാസികൾ സമാധാനത്തിന്റെ സന്ദേശവുമായി ജപമാല ചൊല്ലി കടന്നുപോയത്. ഈ വലിയ പ്രദക്ഷിണം സമാപിച്ചത് നഗരത്തിലെ ലോകപ്രശസ്തമായ ലോങ് ടവർ പള്ളിയിലായിരുന്നു. അടുത്ത കാലത്ത് ഇക്വഡോറിലുണ്ടായ ഭൂകമ്പത്തിൽ മരിക്കുകയും ഇപ്പോൾ ദേവദാസി പദവിയിലുള്ളതുമായ പ്രശസ്ത യുവ സന്യാസിനി സിസ്റ്റർ ക്ലെയർ കോക്കറ്റിന്റെ സ്വന്തം ഇടവകയാണിത്. ധാരാളം യുവജനങ്ങളും കൊച്ചുകുട്ടികളുമുള്ള കുടുംബങ്ങളും പങ്കെടുത്ത ഈ ആഗോള പ്രാർത്ഥനാ യജ്ഞത്തിൽ ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയ്ക്ക് വലിയൊരു ആത്മീയ ഉണർവാണ് നൽകിയിരിക്കുന്നത്.